കേസൊതുക്കാൻ വ്യവസായിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്നാം പ്രതി. കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി. ഇയാളുടെ ഏജന്റ് വിൽസൺ രണ്ടാം പ്രതിയാണ്. പണം കൈപ്പറ്റുന്നതിനിടെ വിൽസൺ ഇന്നലെ വിജിലൻസിന്റെ പിടിയിലായിരുന്നു. കേസിലെ 2, 3, 4 പ്രതികളെ 5 ദിവസത്തേക്ക് വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു. അർച്ചന വിനോദ് ചേരുകയാണ്. അർച്ചന, ഇഡിയുടെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം അത് കൈയോടെ പിടികൂടിയിരിക്കുന്നത്. അഷിത, ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ കേസിലെ 4ാം പ്രതി രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലും ഓഫീസിലും ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടക്കുകയാണ്. രാവിലെ 11 മണിയോടെ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന തുടരുന്നത്. ഏറ്റവും പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങളെല്ലാം, അതായത് ഇഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഈ ഏജന്റുമാർക്ക് കൈമാറിയത് രഞ്ജിത്ത് വാര്യരാണെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വിജിലൻസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിന്റെ രേഖകളും ഒപ്പം അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. അതേസമയം ഈ രേഖകളെല്ലാം തന്നെ ഇവിടുന്ന് കണ്ടു കിട്ടിയിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് വരികയുമാണ്. അതേസമയം തന്നെ ഈ 4 പ്രതികളിൽ 3 പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 1ാം പ്രതി മാത്രമാണ് നിലവിൽ അറസ്റ്റ് ചെയ്യാത്തത്. ബാക്കി 3 പേരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മൊബൈൽ ഫോണും ഒപ്പം മറ്റ് രേഖകളെല്ലാം തന്നെ പരിശോധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇനിയുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ വിൽസനെ വിശദമായി ചോദ്യം ചെയ്യും. കാരണം വിൽസന്റെ മൊഴിയിൽ നിന്നാണ് പ്രധാനമായും ഈ രഞ്ജിത്ത് വാര്യരുടെയും ഒപ്പം ഈ ഇഡി ഉദ്യോഗസ്ഥന്റെ വിജയകുമാറിന്റെയും എല്ലാം തന്നെ പേരുകൾ പുറത്തേക്ക് വന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിജിലൻസ് പരിശോധിക്കും. ഇതുകൂടാതെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സാമ്പത്തിക ഇടപാട് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. മറ്റ് കേസുകളിൽ ഇത്തരത്തിൽ പങ്കുണ്ടോ? ഈ വിജയകുമാർ ഈ രാഷ്ട്രീയപരമായി നിരവധി കേസുകൾ അന്വേഷിച്ചൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അയാൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരികയും ചെയ്യുന്നത്. ഇവർ ഗൂഢാലോചന നടത്തിയ അടക്കമുള്ള കാര്യങ്ങൾ ഈ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 1ാം പ്രതിയായി ഈ ഇഡി ഉദ്യോഗസ്ഥനെ ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറെയും കൂടി ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് വിജിലൻസ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രഞ്ജിത്ത് വാര്യരുടെ ഈ ഓഫീസിലും ഒപ്പം വീട്ടിലും പരിശോധന നടക്കുന്നത്. മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ പരിശോധന. ഇവിടെ നിന്നും രേഖകൾ വിജിലൻസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും ഒപ്പം ചോദ്യം ചെയ്യലും വരും ദിവസങ്ങളിലും ഉണ്ടാകും. അഷിത. ശരി, അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.